പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സാത്താൻ്റെ പിന്നാലെ പോകുന്നവർ എന്നതാണ്. ഇന്ന് സാത്താൻ്റെ പിന്നാലെ പോകുന്നവരും സാത്താനിക ആരാധന ചെയ്യുന്നവരും ധാരാളമുണ്ട്. 1966 കാലിഫോർണിയയിൽ സാത്താൻ്റെ ഒരു പള്ളി ആരംഭിച്ചു. ഇന്നത് ലോകം മുഴുവനിലുമുണ്ട്. അവർക്ക് സാത്താനിക ബൈബിളുണ്ട്. അതുപോലെ കർമ്മങ്ങളും രീതികളും ഉണ്ട്. അവിടെ വാഴ്ത്തിയ തിരുവോസ്തികൾ അപഹസിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ ദേവാലയങ്ങളിലെ സക്രാരികളിൽ നിന്നും തിരുവോസ്തി അപഹരിക്കുകയും അവഹേളിക്കുകയും കുരിശുരൂപങ്ങളും മറ്റു രൂപങ്ങളും പൊട്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള സംഘടനകളിൽ വച്ച് കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചിലപ്പോൾ കൊല ചെയ്യുക പോലും ചെയ്യുന്നു. ഗർഭം അലസിപ്പിച്ച കുട്ടികളെ അവർ വറുത്ത് തിന്നുന്നു. അമ്മമാരുടെ ഉദരങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉരുവാകുമ്പോൾ തന്നെ സാത്താന് അടിമ വയ്ക്കുന്നു. അവർ അവരുടെ ശരീരം തന്നെ മുറിവേൽപ്പിച്ച് അവരുടെ രക്തം സ്വയം കുടിക്കുന്നു. ലോകമെമ്പാടും മനുഷ്യരെ കൊന്നെടുക്കുന്ന ഭീകര സംഘടനകളെ നയിക്കുന്നത് പിശാചിന്റെ ശക്തിയാണ്. ബൈബിൾ ഇപ്രകാരം പറയുന്നു: പിശാച് ആദ്യം മുതലേ കൊലപാതകിയും നുണയനും നുണയന്റെ പിതാവും ആണല്ലോ. വിശുദ്ധ കുർബാനയിൽ കുദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിക്ക് 2 ലക്ഷം രൂപ വരെ സാത്താൻ സേവക്കാർ കൊടുക്കുന്നതായി പറയപ്പെടും. യൂദാസ് 30 വെള്ളി നാണയങ്ങൾക്ക് യേശുവിനെ ഒറ്റിയതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് തിരുവോസ്തി സാത്താൻ സേവക്കാർക്ക് കൊടുക്കുന്നവർ ചെയ്യുന്നത്. 2015 അമേരിക്കയിൽ 9 അടി പൊക്കവും 1 ടൺ ഭാരവുമുള്ള പിച്ചളയിൽ തീർത്ത പിശാചിന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിനെ ആരാധിക്കുവാനും നേർച്ചകൾ അർപ്പിക്കുവാനും ഓടിക്കൂടി. എല്ലാ ദിവസവും ഇതിനു ചുറ്റും തുടർച്ചയായുള്ള സാത്താൻ ആരാധന നടത്തപ്പെടും. വചനം ഇപ്രകാരം പറയുന്നു: ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. പിശാച് ഈ ലോകത്തിന്റെ അധികാരിയാണെന്ന് യേശു തന്നെ പറയുന്നുണ്ടല്ലോ. രോഗസൗഖ്യത്തിനായി പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്. ഇത് ഒരിക്കലും ശരിയായ രീതി അല്ല. കാരണം പിശാചിനെ ആരാധിക്കുന്നവർക്ക് ദൈവം എതിരായിത്തീരുന്നു. തൽക്കാലം സൗഖ്യം കിട്ടിയാലും ദൈവകോപം വരും എന്ന് ഉറപ്പാണ്. ദൈവത്തിന് ഏറ്റവും അധികം ദേഷ്യം വരുന്ന ഒരു പാപമാണ് സാത്താൻ ആരാധന. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു: കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്യും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: സാത്താനെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ലോകത്ത് പല പ്രശ്നങ്ങൾക്കും പിന്നിലും ഈ സാത്താൻ ആരാധന ഒരു കാരണമായി വരാം. പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ പൈസ വരുന്ന വസ്തുക്കൾ എന്നും പറഞ്ഞ് പരസ്യങ്ങൾ കാട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ പൈസ വരുന്ന വസ്തുക്കൾ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ധാരാളം സമ്പത്ത് വരും, ധാരാളം പണം വരും എന്നാണ് വിശ്വാസം. ഇതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ വസ്തുക്കൾ ചിലപ്പോൾ മോതിരമായിരിക്കാം, ചിലപ്പോൾ പല രൂപങ്ങളായിരിക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ധാരാളം വരുമോ? ഇതിനുള്ളൊരു ഉത്തരം പറയുവാണെങ്കിൽ അതിന് ആ രൂപങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൈസ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വസ്തുക്കളിൽ ആവാഹിച്ച് വെച്ചേക്കുന്നത് പിശാചിനെയാണ്. പിശാചിന്റെ ശക്തിയാണ് ഈ വസ്തുക്കൾക്ക് ഉള്ളത്. പിശാചിന് സമ്പത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പിശാചിന് സമ്പത്ത് തരാൻ പറ്റും എന്നാണ് ഉത്തരം. പക്ഷെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, പിശാച് തരുന്ന സമ്പത്തിൽ പിശാച് ദുഃഖം കലർത്തും. ഇപ്പൊ നമ്മൾ ഈ വസ്തുക്കൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് ധാരാളം പൈസ വന്നാലും അത് എപ്പോൾ വേണേലും ആ പൈസ നഷ്ടപ്പെട്ടു പോവാം. അതുപോലെ തന്നെ ദൈവം നമുക്ക് പിശാചിനെ ആരാധിക്കുമ്പോൾ എതിരാവും.
അങ്ങനെ വന്നു കഴിയുമ്പോൾ തലമുറ തലമുറ നിൽക്കുന്ന ശാപങ്ങൾ നമ്മുടെ കുടുംബത്തിലോട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും നല്ല ശക്തിയുള്ള പ്രാർത്ഥനാക്കാരെ സമീപിച്ച് അതിൻ്റെ ശക്തി നിർവീര്യമാക്കി കളയുക, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. എന്താണേലും അത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ തലമുറ തലമുറ അത് ശാപമായി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വസ്തുക്കൾ മേടിക്കാൻ പോകരുത്. പിശാചിനെ ആരാധിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, പിശാചിനെ ആരാധിച്ചു കഴിഞ്ഞാൽ പിശാച് സമ്പത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിശാച് ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പിശാചിന് സമ്പത്ത് തരാനൊക്കെ ഉറപ്പായും പറ്റും. പക്ഷെ നമ്മൾ പിശാചിനെ ആരാധിച്ച് ആ സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ നമ്മൾ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി നമ്മുടെ കാലത്ത് പിശാച് നമുക്ക് ദ്രോഹങ്ങൾ വരുത്തിയില്ലെങ്കിൽ തലമുറ തലമുറ തോറും ശാപമായി നമ്മുടെ കുടുംബത്തിൽ അത് നിലനിൽക്കും. നമ്മൾ എന്നാണോ ഈ വസ്തുക്കൾ മാറ്റി ദൈവത്തിൽ നിന്ന് ക്ഷമ മേടിക്കുന്നത് എന്ന് വെച്ചാൽ അന്ന് മാത്രമേ ഇതിന്റെ ശക്തി നിർവീര്യമാകുകയുള്ളൂ. ഒരു കുടുംബക്കാരൻ ഈ ഒരു വസ്തു മേടിച്ചു വെച്ചിട്ട് തലമുറ തലമുറ കഴിഞ്ഞാലും ആ വസ്തു മാറ്റിയില്ലെങ്കിൽ അതിന്റെ ആ നെഗറ്റീവ് ശക്തി അവിടെ കാണും, പിശാചിന്റെ ശക്തി അവിടെ കാണും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റുന്നതാണ് നമുക്ക് നല്ലത്. അതുപോലെ തന്നെ മറ്റു പലരുടെ ഒരു സംശയമാണ് കുഴിമാടം നല്ലതാണോ എന്നുള്ളത്. കുഴിമാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാരണവന്മാരെ നമ്മുടെ വീട്ടിലെ ഒരു മുറിയിൽ ഇരുത്തിയേക്കുവാണെന്നാണ് വിശ്വാസം. ഇതൊരിക്കലും ശരിയല്ല. മരിച്ചു കഴിയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അയാളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും. പിന്നെ എങ്ങനെയാണ് കാരണവരുടെ ആത്മാവ് കുഴിമാടത്തിൽ ഇരിക്കുന്നത്? ആ കുഴിമാടത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വെക്കണം, വർഷത്തിലൊന്ന് അതിന് ആരാധന കൊടുക്കണം. അപ്പൊ സത്യത്തിൽ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കാരണവന്മാരുടെ ആത്മാക്കളൊന്നുമല്ല. അവിടെ സത്യത്തിൽ ഇരിക്കുന്നത് പിശാചാണ് എന്ന് വളരെ വ്യക്തമാണ്. പിശാച് ഉള്ള ഈ കുഴിമാടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും അതിന്റെ ശക്തി നിർവീര്യമായി പോയില്ല. നമ്മൾ പ്രാർത്ഥിച്ച് അതിന്റെ ശക്തി നിർവീര്യമാക്കിയില്ലെങ്കിൽ എത്ര തലമുറകൾ കഴിഞ്ഞാലും ആ പിശാചിന്റെ ശക്തി അവിടെ തന്നെ കാണും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഒരു പഴയ പുരാതനമായ ഒരു കുടുംബം ഒത്തിരി വർഷങ്ങളായിട്ട് തലമുറ തലമുറയായിട്ട് ആ വീടുകളിലാണ് മക്കളുടെ മക്കളും എല്ലാം താമസിക്കുന്നത്. അപ്പൊ അവരൊരു തീരുമാനം എടുത്തു, ആ വീട് പൊളിച്ച് നമുക്ക് പുതിയൊരു വീട് പണിയാം. അങ്ങനെ അവർ തീരുമാനം എടുക്കുകയും ആ വീടിന്റെ ഒരു മുറിയിലെ കുഴിമാടത്തിനെ ഇരുത്തിയിട്ടുണ്ട് പഴയ വീട്ടില്. അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോ പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിതപ്പോ സംഭവിച്ച എന്നാന്ന് വെച്ചാല് ആ പഴയ വീട്ടിലെ കുഴിമാടം പൊളിച്ച് പുതിയ വീട് പണിതപ്പോൾ ആ പുതിയ വീട്ടിൽ ആദ്യം കൊണ്ടുപോയി വെക്കുന്നത് ആ വീട്ടുകാരന്റെ ശവമായിരുന്നു. അത് ഉടനെ തന്നെ അടുത്ത മരണവും ആ വീട്ടിൽ തന്നെ ഉണ്ടായി. അങ്ങനെ ആ പുതിയ വീട്ടിൽ രണ്ടുപേരുടെ ശവമാണ് ആ കുടുംബത്തിലുള്ളവരുടെ വെച്ചത്. അതുകൊണ്ട് ആ കുഴിമാടം പ്രാർത്ഥിച്ച് നിർവീര്യമാക്കാത്തതുകൊണ്ടാണ് അവർക്കിത് സംഭവിച്ചത്. ആ കുഴിമാടം ഹൈന്ദവ രീതി അനുസരിച്ച് കുഴിമാടം മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റി അതിന് പൂജകൾ കൊടുക്കുകയാണ് ചെയ്തത്. അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ക്രിസ്ത്യാനികളെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുഴിമാടത്തിന്റെ ശക്തി ദൈവീക ശക്തി കൊണ്ട് പ്രാർത്ഥിച്ച് നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പിശാച് അവിടെ ഉണ്ടെങ്കിൽ പിശാചിനെ പ്രാർത്ഥിച്ച് മാറ്റുന്ന രീതിയാണ് ക്രൈസ്തവ രീതി എന്ന് പറയുന്നത്. ബൈബിളിൽ മുഴുവൻ കാണുന്നത് അങ്ങനെയുള്ള രീതികളാണ്. പ്രാർത്ഥിച്ച് പിശാചിനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ പിശാച് ഒരു വ്യക്തിയിൽ ആവശ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചാണ് മാറ്റുന്നത്. അല്ലാതെ അടിയൊന്നും കൊടുത്തോ ചതയൊന്നും കൊടുത്തൊന്നും അല്ല പിശാചിനെ മാറ്റേണ്ടത്. അതൊക്കെ തെറ്റായ രീതികളാണ്. പിശാച് കൂടി ഒരാൾ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചാണ് ആ പിശാചിനെ മാറ്റുന്നത്. അല്ലാതെ അടി കൊടുത്തും ദേഹോപദ്രവം ഏൽപ്പിച്ചൊന്നും അല്ല പിശാചിനെ മാറ്റേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴിമാടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മുമ്പുള്ള കാരണവന്മാർ വഴി കിട്ടിയതാവാം. അങ്ങനെ കുഴിമാടം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നല്ല ശക്തിയുള്ള ഒരു പ്രാർത്ഥനാകാരനെ സമീപിച്ച് അതിന്റെ ശക്തി നിർവീര്യമാക്കി കളയുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് തലമുറ തലമുറ ആ പിശാചിന്റെ ശക്തി അവിടെ നിൽക്കും. നമ്മൾ എന്ന് ദൈവീയ ശക്തി കൊണ്ട് അത് മാറ്റുന്നു അതുവരെ ആ കുഴിമാടത്തിന്റെ ശക്തി അവിടെ നിൽക്കും. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പൂർണ്ണ നാശത്തിലാണ് അത് കലാശിക്കുകയുള്ളൂ. പിശാച് ഇന്നേ വരെ ആരെയും നന്നാക്കിയ ചരിത്രമില്ല. പിശാചിനെ ആരാധിക്കാൻ പോകുമ്പോൾ വളരെ വ്യക്തമായി ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാം.
അതായത് പിശാചിനെ നിങ്ങൾ എന്ന് ആരാധിക്കാൻ പോണോ അന്ന് ദൈവം നമുക്ക് എതിരാവും. ദൈവം എതിരായി കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാമല്ലോ. പിശാച് ഒട്ടും വിശ്വസ്തനല്ല. പിശാച് സമ്പത്ത് തരുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടയിൽ നമ്മൾ ഇരയിട്ട് മീൻ പിടിക്കും പോലെയാണ്. പിശാചിന് നമ്മൾ ആരാധന കൊടുത്തു കഴിഞ്ഞാൽ പിശാച് ഇഷ്ടംപോലെ സമ്പത്ത് തരും. പക്ഷെ മരണശേഷം നമ്മുടെ ആത്മാവിനെ അവൻ നരകത്തിൽ ഉറപ്പാക്കി വെക്കും. അതിനുവേണ്ടിയാണ് പിശാച് നമുക്ക് സമ്പത്ത് തരുന്നത്. അല്ലാതെ നമ്മളെ നന്നാക്കാനും ഈ ലോകത്ത് സുഖമായി ജീവിക്കാനൊന്നുമല്ല പിശാച് സമ്പത്ത് തന്നെ. പിന്നെ പിശാച് തരുന്ന സമ്പത്ത് മേടിച്ച് നമ്മൾ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ എപ്പോൾ വേണേലും അവന് നമ്മളിൽ ഉപദ്രവം ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പിശാചിനെ ആരാധിച്ച് നമ്മൾ സമ്പത്ത് നേടരുത്. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്ന പോലെ പിശാച് തരുന്ന 1,00,00,000 രൂപയേക്കാൾ നല്ലത് ദൈവം തരുന്ന 10,000 രൂപയാണ്. ആ ദൈവം തരുന്ന 10,000 രൂപ നമുക്ക് നന്നായിട്ട് സന്തോഷിച്ച് അനുഭവിക്കാൻ പറ്റും. പിശാച് 1,00,00,000 രൂപ തന്നിട്ട് നമ്മുടെ ജീവനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ആസ്വദിക്കും? എങ്ങനെ നമ്മൾ അനുഭവിക്കും? അതുകൊണ്ട് എന്തെങ്കിലും പിശാചുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനിപ്പോൾ തന്നെ എടുത്ത് നശിപ്പിച്ച് കളയുക. സാധാരണ ഇങ്ങനെയുള്ള വസ്തുക്കൾ കത്തിച്ച് കളയുകയാണ് വേണ്ടത്. ഇനി കത്തിച്ച് കളയാനുള്ള ആ വസ്തു കത്തിയില്ലാത്ത വസ്തുവാണെങ്കിൽ അത് ഏതെങ്കിലും പുഴയിൽ എറിഞ്ഞ് കളയുകയാണ് വേണ്ടത്. പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ശക്തിയുള്ള ഒരു പ്രാർത്ഥനാകാരനെ വിളിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനാകാരൻ അതിൻ്റെ മുകളിൽ ഒരു കുരിശ് വരച്ച് അതിൻ്റെ ശക്തി നിർവീര്യമാക്കി കളയും. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കുരിശ് വരച്ച് അതിൻ്റെ ശക്തി നിർവീര്യമാക്കി കളയും. പിന്നെ ആ വസ്തു എവിടെ കിടന്നാലും അതിന് പൈശാചിക ശക്തി ഇല്ല. ആ പൈശാചിക ശക്തി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുഴിമാടം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും പിശാചിൻ്റെ വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയുക. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.